ഹലോ, ഇന്ന് നമ്മൾ ചൈൽഡ് റൈറ്റിന്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ചാപ്റ്ററിന്റെ നെയിം എന്താണ്? കൺസെപ്റ്റ് ഓഫ് ചൈൽഡ് റൈറ്റ്. ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് ഓൾറെഡി അറിഞ്ഞിരിക്കുന്ന സിമ്പിൾ ആൻഡ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റ്സ് ഉണ്ട്. വളരെ ഷോർട്ടായിട്ട് സമ്മറൈസ് ചെയ്തിട്ട് എക്സാമിന് വരുന്ന പോയിന്റ്സ് വെച്ച് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമുക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ചൈൽഡ് റൈറ്റ്സ്? നമുക്കറിയാം, മെഡിറ്റിനുള്ളതുപോലെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ കുട്ടികൾക്കുമുണ്ട്. പ്രധാനമായിട്ടും നമ്മൾക്ക് കുട്ടികളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അവകാശങ്ങൾ എന്താ? നമുക്കുള്ള അവകാശങ്ങൾ പോലെ തന്നെ കുട്ടികളുണ്ട്. അപ്പൊ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് നോക്കാം. എന്താണ് ചിൽഡ്രൻസ് റൈറ്റ്സ് അണ്ടർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ചിൽഡ്രൻസ് റൈറ്റ് അക്കോർഡിംഗ് ടു ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതൊക്കെയാ നമുക്ക് അറിയാം? റൈറ്റ് ടു ഈക്വാലിറ്റി, റൈറ്റ് അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, റൈറ്റ് ടു പേഴ്സണൽ ലിബർട്ടി, റൈറ്റ് ടു ബീങ് പ്രൊട്ടക്റ്റഡ് ഫ്രം ബീങ് ട്രാഫിക്ഡ് ആൻഡ് ലേബർ ഫോഴ്സ്, റൈറ്റ് ഓഫ് വീക്കർ സെക്ഷൻ ഓഫ് ദ പീപ്പിൾ ടു ബി പ്രൊട്ടക്റ്റഡ് ഫ്രം സോഷ്യൽ ഇൻജസ്റ്റിസ് ആൻഡ് ഓൾ ഫോംസ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ. ഈക്വാലിറ്റിക്കുള്ള അവകാശം നമ്മളെ കുട്ടികളുണ്ട് ആർട്ടിക്കിൾ 14 പ്രകാരം. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 15 പ്രകാരം എല്ലാ തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനിൽ നിന്നുള്ള കുട്ടികൾക്കുള്ള അവകാശം. റൈറ്റ് ടു പേഴ്സണൽ ലിബർട്ടി ആർട്ടിക്കിൾ 21. അതുപോലെ തന്നെ ഫോഴ്സ്ഡ് ലേബറിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കാനുള്ള കുട്ടികൾക്കുള്ള എതിരെയുള്ള അവകാശം റൈറ്റ് ആർട്ടിക്കിൾ 23. അതുപോലെ തന്നെ എല്ലാതരം സോഷ്യൽ ഇൻജസ്റ്റിസിൽ നിന്നും എക്സ്പ്ലോയിറ്റേഷനുമെതിരെ കുട്ടികളെ സംരക്ഷിക്കാനുള്ള അവകാശം ആർട്ടിക്കിൾ 46. ചിൽഡ്രൻസ് റൈറ്റ് അക്കോർഡിംഗ് ടു ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ദ നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്, അതായത് NCPCR നോട്ട് ചെയ്ത് വെച്ചോളൂ. NCPCRന്റെ ഫുൾ ഫോം നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്. അതായത് 2007 സെറ്റപ്പ് ചെയ്ത മാർച്ച് 2007 സെറ്റപ്പ് ചെയ്ത് കുട്ടികളുടെ സംരക്ഷണങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി സെറ്റപ്പ് ചെയ്തിട്ടുള്ള കമ്മീഷനാണ്. ഇതിന്റെ അണ്ടറിൽ കുറച്ച് കുട്ടികളുടെ അവകാശങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് ഓൾറെഡി അറിയുന്നതാണ് കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ. അത് നമുക്കറിയാം. അത് ഏത് ആർട്ടിക്കിളിന്റെ അണ്ടറിലാണ് വരുന്നത്? ആർട്ടിക്കിൾ 21. അതായത് 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഇതിന്റെ അണ്ടറിൽ പറഞ്ഞിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ റൈറ്റ് ടു ബി പ്രൊട്ടക്റ്റഡ് ഫ്രം എനി അസാഡസ് എംപ്ലോയ്മെന്റ് ടിൽ ദ ഏജ് ഓഫ് 14 ഇയേഴ്സ്. എല്ലാ തരത്തിലുള്ള അസാഡസ് എംപ്ലോയ്മെന്റിൽ നിന്നും കുട്ടികൾക്ക് സംരക്ഷണം, അതിന്റെ റൈറ്റ്സ് ഉണ്ട് കുട്ടികൾക്ക്. Then right to be protected from being abused and forced by the economic necessity to enter occupation unsuited to their age or strength. കുട്ടികളുടെ ഏജിനോ അല്ലെങ്കിൽ അവരുടെ സ്ട്രെങ്തിനോ ഓക്കുപ്പൈഡ് അൺസ്യൂട്ടഡ് ആയിട്ടുള്ള ജോബിലെ അവരുടെ എക്കണോമിക് നെസസിറ്റീസിന് വേണ്ടിയിട്ട്, മറ്റുള്ളവരുടെ എക്കണോമിക് നെസസിറ്റിന് വേണ്ടിയിട്ട് അവരെ ഫോഴ്സ് ചെയ്യലും അങ്ങനെയുള്ള അബ്യൂസും എല്ലാം അതിന് വേണ്ടി എതിരായിട്ടുള്ള അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള റൈറ്റ്സ് അവർക്കുണ്ട്, കുട്ടികൾക്കുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് ടു ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആൻഡ് ഫെസിലിറ്റീസ് ടു ഡെവലപ്പ് ഇൻ healthy manner and in condition of freedom and dignity, guaranteed protection of childhood and youth against exploitation and against moral and material abandonment. ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ എല്ലാ തരത്തിലുള്ള അനീതികൾക്കും എല്ലാ തരത്തിലുള്ള കുട്ടികളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും അവർക്ക് അവരുടെ ഡിഗ്നിറ്റി, അവരുടെ ഫ്രീഡം കാത്തു സൂക്ഷിക്കാൻ ഒരു ഹെൽത്തി മാനർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റീസിനുമുള്ള അവകാശം നമ്മളെ കുട്ടികൾക്ക് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന കുട്ടികൾക്കുള്ള അവകാശം. അപ്പൊ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലും കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ക്വസ്റ്റ്യൻ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ചിൽഡ്രൻസ് റൈറ്റ്സ് അക്കോർഡിംഗ് ടു ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ അതിനെ കുറിച്ചിട്ട് ഓൾറെഡി നമുക്ക് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, കുട്ടികളുടെ അവകാശങ്ങൾ നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. അപ്പൊ മാർക്കിനനുസരിച്ചിട്ട് ഇത് നിങ്ങൾക്ക് എലാബറേറ്റ് ചെയ്ത് എഴുതാവുന്നതാണ്. ഓക്കെ, പിന്നെ ഈ ചാപ്റ്റർ വരാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. ചൈൽഡ് അണ്ടർ വേരിയസ് ലോസ് ഇന്ത്യ. നമുക്കറിയാം, നമ്മൾ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് നിയമങ്ങളുണ്ട് അല്ലേ? അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു കുട്ടികളുടെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചിരിക്കണം. പക്ഷെങ്കിൽ കുട്ടികളുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് നിയമത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ നിയമങ്ങളിലും കുട്ടികളുടെ ഡെഫിനിഷൻ മാറുന്നുണ്ട്. എങ്ങനെയാണ് മാറുന്നത്? ബിക്കോസ് അവരുടെ ഏജ് മാറുന്നുണ്ട്. അപ്പം അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, സോ ഡെഫിനിഷൻ ഓഫ് ചൈൽഡ് അണ്ടർ വേരിയസ് laws in India, the definition of child varies depending on law being referred. Here are some common definitions. നമുക്ക് ഏതൊക്കെ ഇന്ത്യയിലുള്ള കോമൺ നിയമങ്ങൾ, അതിലെ ഓരോ നിയമങ്ങളിലും കുട്ടികളുടെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ഫസ്റ്റത്തെ നിയമമാണ് ഫാക്ടറീസ് ആക്ട്. ഇതിൽ പ്രധാനമായിട്ടും നോക്കേണ്ട മറ്റൊന്നാണ് നിയമങ്ങളുടെ പേരും പഠിച്ചു വെക്കുക, നിയമങ്ങളുടെ വർഷവും പഠിച്ചു വെക്കുക. വൺ വേർഡിൽ വർഷങ്ങളായിട്ട് ചോദിക്കും. ഫാക്ടറി ആക്ട് ഏത് വർഷമാണ് എന്ന് ചോദിക്കാൻ വൺ വേർഡിൽ സാധ്യതയുണ്ട്. ഈ ലോസിന്റെ വന്ന സമയത്തും ലോസിന്റെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിലും അവിടെ നിങ്ങൾക്ക് ഇയർ
ആൻസറും മെൻഷൻ ചെയ്യാവുന്നതാണ്. സോ ഫാക്ടറീസ് ആക്ട് 1948 വന്നിട്ടുള്ള ഫാക്ടറീസ് ആക്ടിൽ എന്താണ് അതിൽ ചിൽഡ്രൻസിന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത്? അണ്ടർ ദ ഫാക്ടറീസ് ആക്ട് 1948, child means a person who is a male or female who has not completed the age of 14, This act prohibits the engagement of children for any work whose age is below 14 years. അപ്പോൾ ഫാക്ടറി 1948 ഫാക്ടറി ആക്ട് നിയമപ്രകാരം ആരാണ് കുട്ടികൾ? 14 വയസ്സിന് അണ്ടറിലുള്ള എല്ലാവരെയും കുട്ടികളായിട്ടാണ് ഇവിടെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. എന്താണ് ഈ നിയമത്തിൽ പറയുന്നത്? 14 വയസ്സിനുള്ള എല്ലാവരും ഇങ്ങനെയുള്ള ഫാക്ടറി ജോബുകളിൽ നിന്നുള്ള ആ ഒരു ജോബ് അവർക്ക് കംപ്ലീറ്റ്ലി പ്രോഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ആക്ട് ആണ് മൈൻസ് ആക്ട് 1952. 1952 വന്നിട്ടുള്ള മൈൻസ് ആക്ട്. ഇവിടെ എന്താണ് ചൈൽഡിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്? ഇവിടെ ഏജ് മാറിയിട്ടുണ്ട്. എന്താണ്? അണ്ടർ ദ മൈൻസ് ആക്ട് 1952, child means a person who is a male or female has not completed the age of 18. ഫാക്ടറി ആക്ടിൽ 14 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ മൈൻസ് ആക്ട് വരുന്ന സമയത്ത് 18 വയസ്സിനുള്ള താഴെയുള്ളവരെ ഇവിടെ കുട്ടികളായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ദിസ് ആക്ട് പ്രോഹിബിറ്റ്സ് ദ എൻഗേജ്മെന്റ് ഓഫ് ചിൽഡ്രൻ ഫ്രം അസാഡസ് വർക്ക് സിറ്റുവേഷൻ. 18 വയസ്സിന് താഴെയുള്ള ഏതൊരു കുട്ടിയെയും ഒരു അസാഡസ് എൻവിറോൺമെന്റിൽ വർക്ക് ചെയ്യിക്കൽ ഇവിടെ നിരോധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്ത ആക്ട് ആണ് പ്രധാനമായിട്ടും നമുക്ക് കോമൺ ആയിട്ട് അറിയുന്ന ചൈൽഡ് ലേബർ ആക്ട്. 1986 വന്നിട്ടുള്ള ചൈൽഡ് ലേബർ ആക്ട്. ഇതെന്താണ്? ഈ ആക്ടിലാണ് നമ്മുടെ ചൈൽഡ് ലേബർ കംപ്ലീറ്റ്ലി പ്രോഹിബിറ്റ് ചെയ്യുന്നതും റെഗുലേറ്റ് ചെയ്യുന്നതും. ചൈൽഡ് മീൻസ് എ പേഴ്സൺ ഹു ഹാസ് നോട്ട് കംപ്ലീറ്റഡ് ഹിസ് 14 years ഓഫ് ഏജ്. ഇതിലേതാണ്? ഈ ചൈൽഡ് ലേബറിൽ കുട്ടികളുടെ പ്രായം വരുന്നത് 14. അപ്പോൾ 14 വയസ്സിന് താഴെയുള്ള എല്ലാവരെയും ചൈൽഡ് ലേബറിൽ നിന്നും അവിടെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്, അവിടെ പ്രോഹിബിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊരു നിയമമാണ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട്. 2000 വന്ന ജുവനൈൽ ജസ്റ്റിസ് ആക്ട്. അണ്ടർ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 2000, any person below the age of 18 is considered as child. ജുവനൈൽ ആക്ട് പ്രകാരം, ജുവനൈൽ ജസ്റ്റിസ് പ്രകാരം 18 വയസ്സിനുള്ള താഴെയുള്ളവരെ കുട്ടിയായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രോഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട് പ്രകാരം, പ്രോഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ടിൽ നിയമപ്രകാരം ആരാണ് കുട്ടികൾ? അണ്ടർ ദിസ് പ്രോഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട്, ചൈൽഡ് മീൻസ് എ പേഴ്സൺ ഹു ഈസ് മെയിൽ ഓർ ഫീമെയിൽ ഹാസ് ഗോട്ട് കംപ്ലീറ്റഡ് 21 years ഓഫ് ഏജ്. അതായത് 21 വയസ്സിന് താഴെയുള്ളവരെ അവിടെ മാറി 14, 18 ചൈൽഡ് മാരേജ് വരുന്ന സമയത്ത് 21 വയസ്സിനുള്ള താഴെയുള്ളവരെ കുട്ടികളായിട്ടാണ് കരുതപ്പെടുന്നത്. അങ്ങനെയുള്ള കുട്ടികളെ എന്താണ് മാരേജിലേക്ക് അല്ലെങ്കിൽ മാരേജ് എന്നുള്ളത് അവർക്ക് പ്രോഹിബിറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പ്രകാരം 14 വയസ്സിനുള്ള കുട്ടികൾക്ക് എന്താണ് എഡ്യൂക്കേഷനുള്ള അവകാശം ഇവിടെ ഉറപ്പ് വരുത്തുന്നുണ്ട്. ദെൻ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് നിയമപ്രകാരം, ആ ആക്ട് പ്രകാരം 2012 വന്ന പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് പ്രകാരം a person who is a male or female under the age of 18 is considered as a child. This law helps to prevent children aged less than 18 from offenses like sexual harassment, sexual assault and child pornography. ഇങ്ങനെ pornography, sexual assault, എല്ലാ തരത്തിലുള്ള സെക്സ്വൽ ഹറാസ്മെന്റിൽ നിന്നും കുട്ടികൾക്കുള്ള സംരക്ഷണം, 18 വയസ്സിനുള്ള താഴെയുള്ള കുട്ടികൾക്കുള്ള സംരക്ഷണം ഉറപ്പുവരുത്തുന്ന ആക്ടാണ്, നിയമമാണ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ്. അപ്പോൾ ഒരു 4 മാർക്കിനോ 6 മാർക്കിനോ ഈ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ഡിസ്ക്രൈബ് ഓർ എക്സ്പ്ലെയിൻ ദ വാരിയസ് ലോസ് ഇൻ ഇന്ത്യ ടു പ്രൊട്ടക്ട് ചിൽഡ്രൻസ്, അല്ലെങ്കിൽ കോമൺ ആയിട്ട് അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ 7 ലോസ് പഠിക്കാം, നിർബന്ധമായിട്ടും പഠിക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചോ. അപ്പോൾ പഠിച്ചാൽ നമ്മൾ ഇതിൽ നമുക്ക് പ്രധാനമായിട്ട് എന്താ നോക്കേണ്ടത്? 1, ഓരോ നിയമങ്ങളിലും വരുന്ന കുട്ടികളുടെ പ്രായം എത്രയാണ്. 2, ഓരോ നിയമങ്ങളും വന്ന വർഷം ഏതാണ്. അത് രണ്ടും മാത്രമേ ഇതിൽ നോക്കണ്ടു. അപ്പോൾ നമ്മൾ പഠിച്ച് ഫാക്ടറി ആക്ട് 1948, Mines Act 1952, Child Labor Act 1986, Juvenile Justice Act 2000, Prohibition of Child Marriage Act 2006, Right to Education Act 2009, Protection of Children from Sexual Offences Act 2012. ഇതാണ് കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രധാനമായിട്ടുള്ള 7 നിയമങ്ങൾ, ലോസ്. ഓക്കെ, പഠിച്ചല്ലോ. ഇനി വേറൊരു ക്വസ്റ്റ്യൻ വേറെന്താണ് ഇതിൽ ഓർത്ത് വെക്കേണ്ടത്? 14 വയസ്സിന് താഴെ ഏതൊക്കെയാണ് വരുന്നത്? ഫാക്ടറി ആക്ടിൽ 14 വയസ്സിന് താഴെയുള്ളവരെയാണ് കുട്ടികളായിട്ട് കരുതപ്പെടുന്നത്. അതുപോലെ തന്നെ
റൈറ്റ് ടു എഡ്യൂക്കേഷനിൽ നമ്മൾ 14 വയസ്സിന് താഴെയുള്ളവരായിട്ടാണ് കുട്ടികളെ കൺസിഡർ ചെയ്യുന്നത്. എന്നാൽ 18 വയസ്സിന് താഴെയുള്ളവരെ കുട്ടികളായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നത് എവിടെയൊക്കെയാണ്? പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് വരുന്ന സമയത്ത് അത് 21 വയസ്സും, എന്നാൽ സെക്ഷൽ ഒഫൻസസ് വരുന്ന സമയത്ത് അത് 18 വയസ്സിനുള്ള താഴെയുള്ളവരെയാണ് കുട്ടികളായിട്ട് കരുതപ്പെടുന്നത്. അതുപോലെ തന്നെ ജുവനൈൽ ജസ്റ്റിസിലും 18 വയസ്സിന് താഴെയുള്ളവരെ കുട്ടികളായിട്ടാണ് കരുതപ്പെടുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ ആൻഡ് ഷോർട്ടായിട്ട് നമുക്കിത് ഇതിനെക്കുറിച്ചിട്ടൊരു ഐഡിയ കിട്ടി. അപ്പോൾ ആ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നോട്ട് ചെയ്ത് വെച്ചല്ലോ. ഡെഫിനിഷൻ ഓഫ് ചൈൽഡ് അണ്ടർ വേരിയസ് ലോസ് ഇന്ത്യ. ഇയേഴ്സ് ഓർത്ത് വെക്കുക, ലോസ് ഓർത്ത് വെക്കുക, കുട്ടികളുടെ ഓരോ ഏജ് ഓരോ നിയമങ്ങളിൽ എങ്ങനെയാണ് വരുന്നത്, ഇത് 3 മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ആ മാർക്കും നമുക്ക് കിട്ടി. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഹിസ്റ്റോറിക് ട്രീറ്റ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ ഇൻ ആൻഷ്യൻ ടൈംസ്. അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, എങ്ങനെയായിരുന്നു നമ്മുടെ ആൻഷ്യൻ ടൈംസിൽ കുട്ടികളോടുള്ള ഒരു അപ്രോച്ച്, കുട്ടികൾ എങ്ങനെയായിരുന്നു ട്രീറ്റ് ചെയ്തത്? നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ് അല്ലേ. നമ്മളെ ഓരോ പണ്ട് കാലങ്ങളിൽ കുട്ടികൾ എങ്ങനെയായിരുന്നു ട്രീറ്റ് ചെയ്തത്, അവരോടുള്ള അപ്രോച്ച് എന്തൊക്കെയായിരുന്നു, നമുക്കതെങ്ങനെയാണ് പറയാൻ പറ്റാൻ? ലൈക്ക് ട്രീറ്റ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ ഇൻ ആൻഷ്യൻ റോം സമയത്ത് എങ്ങനെയായിരുന്നു കുട്ടികളെ? ചിൽഡ്രൻ വെർ കൺസിഡർഡ് ദ പ്രോപ്പർട്ടി ഓഫ് ദി ഫാദർ. അവരുടെ ഫാദറിൻ്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ് ഈ ആൻഷ്യൻ റോമിൽ കുട്ടികളെ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹു ഹാഡ് ദ പവർ ഓഫ് ലൈഫ് ആൻഡ് ഡെത്ത് ഓവർ ദം. കുട്ടികളുടെ കുട്ടികൾക്കെതിരെ എല്ലാ ഒരു പവർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി മാത്രമായിട്ടാണ് ആ ആൻഷ്യൻ റോമിൽ കുട്ടികളെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. മാം ഇവിടെ ഷോർട്ട് ആൻഡ് സിമ്പിൾ ആയിട്ടാണ്, പോയിന്റ് വൈസ് ആണ് നിങ്ങൾക്ക് പറഞ്ഞു വരുന്നത്. ഓക്കെ, ദെൻ പ്രാക്ടീസസ് ഇൻ ആൻഷ്യൻ ഗ്രീസ്. ആൻഷ്യൻ ഗ്രീസിൽ കുട്ടികൾക്കെതിരെ ഉണ്ടായിരുന്ന പ്രാക്ടീസസ് എന്തൊക്കെയാണെന്ന് അറിയാമോ? ഇൻ ആൻഷ്യൻ ഗ്രീസ് ദ സ്പാർട്ടൻസ് were known for their harsh treatment of children, including the practice of exposing weak or deformed infants. കുട്ടികളെ അവിടെ ഒരു വീക്ക് ആയിട്ടായിരുന്നു അവരെ കൺസിഡർ ചെയ്യുന്നത്. അവരോട് നല്ല ഒരു ഹാഷ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആയിരുന്നു ആ സമയത്ത് അവർക്ക് കിട്ടിയിരുന്നത്. അങ്ങനെ ആവുന്ന സമയത്ത് ചൈൽഡ്ഹുഡിലെ ഒരു പെർസ്പെക്ഷൻ തന്നെ, അതായത് ബോത്ത് ആൻഷ്യൻ റോം ആൻഡ് ഗ്രീസ് വ്യൂഡ് ചൈൽഡ്ഹുഡ് ആസ് എ ട്രാൻസിറ്ററി ഫേസ് വിത്ത് ലിറ്റിൽ വാല്യൂഡ് പ്ലേസ് ഓൺ ദി യുണീക് നീഡ്സ് ആൻഡ് എക്സ്പീരിയൻസസ് ഓഫ് ചിൽഡ്രൻ. ആ സമയത്ത് ആൻഷ്യൻറ്റിലായാലും ഗ്രീസിലായാലും കുട്ടികളെ ഒരു ലിറ്റിൽ വാല്യൂഡ് ആയിട്ടല്ലേ, അവർക്ക് കൃത്യമായിട്ടുള്ള റെസ്പെക്റ്റോ പരിഗണനയോ സ്നേഹമോ ഒന്നും കിട്ടാത്തൊരു സമയമായിരുന്നു പണ്ട് കാലങ്ങളിലെ ആ ഒരു ഹിസ്റ്റോറിക് അപ്രോച്ച് എന്ന് പറയുന്നത്. പക്ഷെങ്കിൽ ഇത് ആൻഷ്യത്തിൽ നിന്നും ഗ്രീസിൽ നിന്നും മിഡിൽ 18th സെഞ്ചുറി വരുന്ന സമയത്ത് ഹാഷ് കണ്ടീഷൻ ഓഫ് ഫോർ ചിൽഡ്രൻ ഇൻ ദി മിഡിൽ ഏജസ് എന്ന് പറയുന്നത് ചിൽഡ്രൻ ഫേസ്ഡ് ഹൈഡ് മോർട്ടാലിറ്റി. അവർക്ക് കൂടുതൽ എന്താണ്, അവരുടെ ആ സമയത്ത് ശിശുമരണം കൂടി, കുട്ടികൾക്കെതിരെയുള്ള അബ്യൂസ് കൂടി, അതായത് മിഡിൽ ഏജിലെ സമയമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, കുട്ടികൾക്കെതിരെയുള്ള എക്സ്പ്ലോയിറ്റേഷൻസ് കൂടി, കുട്ടികൾക്കെതിരെയുള്ള ഒരുപാട് ചൂഷണങ്ങളും അനീതികളും ആക്രമണങ്ങളും ഒക്കെ നടക്കുന്ന ഒരു സമയമായി ആ സമയം. എന്നാൽ ആ സമയത്താണ് ഈ ഒരു മിഡിൽ ഏജ് അത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവോൾവിംഗ് വ്യൂസ് ഓൺ ചൈൽഡ്ഹുഡ് ഇൻ ദി 17th and 18th സെഞ്ചുറി. ആ സമയത്താണ് കുറച്ച് ഫിലോസഫേഴ്സ് നമ്മുടെ കുട്ടികളുടെ അവകാശങ്ങളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യങ്ങളെക്കുറിച്ച്, കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒരു പഠനം നടത്തുകയും അവർ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, കുട്ടികളുടെ ചൈൽഡ്ഹുഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, കുട്ടികളുടെ ചൈൽഡ് വെൽഫെയർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി അതിനെ ഫോക്കസ് ചെയ്തിട്ട് ഒരുപാട് പോളിസീസ് റിഫോം ചെയ്യുകയാണ്. ഒരുപാട് പോളിസീസ് ആ സമയത്ത് അവരവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. So we can say this period saw gradual recognition of children's unique needs and the emergence of policies and reforms to improve their well-being and protection. അപ്പം 18ാം നൂറ്റാണ്ടുകളിൽ ഇങ്ങനെയുള്ള ഫിലോസഫേഴ്സ് കുട്ടികളുടെ വെൽഫെയർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടും അവരുടെ പ്രൊട്ടക്ഷനും വെൽബീങ്ങും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി പോളിസീസും റിഫോംസും അവിടെ ഫോം ചെയ്യുകയാണ് 18ാം നൂറ്റാണ്ടുകളിൽ കുട്ടികളിങ്ങനെ പ്രശ്നങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ ഒരു 4 മാർക്കിന് ഹിസ്റ്റോറിക് ട്രീറ്റ്മെൻറ്റ് വരികയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെടുത്തിയത് കൊണ്ട് നിങ്ങൾക്ക് അവിടെ ഒരു എസ്സേ എഴുതാവുന്നതാണ്. ഓക്കെ,
പിന്നെ ഇതിൽ നിന്ന് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, നമുക്കറിയാം നമ്മൾ കുട്ടികളുടെ അവകാശം, നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സോഷ്യൽ റിഫോമേഴ്സ് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി കുട്ടികൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തിട്ടുള്ള, കുട്ടികളുടെ സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടി ഫൈറ്റ് ചെയ്തിട്ടുള്ള, അവരുടെ വെൽഫെയറിന് വേണ്ടി ഫൈറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് സോഷ്യൽ റിഫോമേഴ്സ് ഉണ്ട്. നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്, നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം അല്ലേ. ദ ഗ്രേറ്റ് മഹാത്മാഗാന്ധിജി നമ്മളെ കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട്, അവരുടെ അതുപോലെ തന്നെ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട്, അൺടച്ചബിലിറ്റി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, ചൈൽഡ് മാരേജ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, ചൈൽഡ് ലാബർ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, കുട്ടികൾക്കെതിരെയുള്ള എല്ലാത്തരം എക്സ്പ്ലോയിറ്റേഷനും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് പോരാടിയ ഒരു വ്യക്തിയാണ്, ഒരു സോഷ്യൽ റിഫോമാണ് മഹാത്മാഗാന്ധിജി. മറ്റൊരു സോഷ്യൽ റിഫോമാണ് ഭീംറാവു രാംജി അംബേദ്കർ. നമുക്കറിയുന്നത് പോലെ തന്നെ അംബേദ്കർ, ദ ഗ്രേറ്റ് ഇന്ത്യൻ ജൂറിസ്റ്റ്, എക്കണോമിസ്റ്റ്, സോഷ്യൽ റിഫോമർ ആൻഡ് പൊളിറ്റിക്കൽ റീഡർ. എന്താണ് ചെയ്തത്? ഹൂ ഹെഡഡ് ദ കമ്മിറ്റി ഡ്രാഫ്റ്റിംഗ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ ഹി വാസ് അവാർഡഡ് ഭാരത് രത്ന, ഇന്ത്യസ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഇൻ 1990. ഹി ലോഞ്ച് ആക്റ്റീവ് മൂവ്മെന്റ്സ് അഗെയിൻസ്റ്റ് അൺടച്ചബിലിറ്റി ആൻഡ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. സ്വാഭാവികമായിട്ടും അത് കുട്ടികളെയും കുട്ടികളുടെ വെൽഫെയറിന് വേണ്ടിയിട്ടും അത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ രാജാറാം മോഹൻ റായ് എന്താണ് ചെയ്തത്? ഹി വാസ് നോൺ ഫോർ ഹിസ് എഫേർട്ട് ടു അബോളിഷ് ദ പ്രാക്ടീസ് ഓഫ് സതി ആൻഡ് ചൈൽഡ് മാരേജ്. സതിയും ചൈൽഡ് മാരേജും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, പ്രോഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടും ഗേൾസ് പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ടും പോരാടിയ ഒരു വ്യക്തിയായിരുന്നു രാജാറാം മോഹൻ റോയ്. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഓരോ റിഫോമേഴ്സും എന്തിനു വേണ്ടിയിട്ട്, ഏത് അവകാശങ്ങൾ ഏതില്ലാതാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഫൈറ്റ് ചെയ്തത്, എന്തിനു വേണ്ടിയിട്ടാണ് ഫൈറ്റ് ചെയ്തത് എന്നുള്ളത് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അതുപോലെ തന്നെ ഒരു കപ്പിൾസിന്റെ നെയിം ഉണ്ട്, ജ്യോതിറാവ് ഫുലെ ആൻഡ് സാവിത്രിബായ് ഫുലെ. ദേ ആർ കപ്പിൾസ്. എന്താണ് അവർ ചെയ്യുന്നത് എന്ന് വെച്ചാൽ they spread path-breaking work towards female education and empowerment and towards ending caste and gender-based discrimination. ഈ കപ്പിൾസ് പ്രത്യേകിച്ചിട്ട് പെൺകുട്ടികളുടെ അവകാശം, പെൺകുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടും അവരെ എംപവർ ചെയ്യാൻ വേണ്ടിയും പ്രവർത്തിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു സോഷ്യൽ റിഫോമേഴ്സ് ആണ്, കപ്പിൾസ് ആണ് ജ്യോതിറാവ് ഫുലെ ആൻഡ് സാവിത്രിബായ് ഫുലെ. ഓക്കെ, സോ ആൻഡ് ഹി അലോങ് വിത്ത് ഹിസ് വൈഫ് സാവിത്രിബായ് ഫുലെ സ്റ്റാർട്ടഡ് ദ ഫസ്റ്റ് സ്കൂൾ ഫോർ ഗേൾസ് ഇൻ 1848. 1848 പൂനെയിലാണ് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ സ്കൂള് ഇവരാണ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ദി ഓപ്പൺ എ ടോട്ടൽ ഓഫ് 18 സ്കൂൾസ്. നമ്മൾ കുട്ടികൾക്കുള്ള എഡ്യൂക്കേഷൻ ഉറപ്പ് വരുത്താൻ വേണ്ടി അവരെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂൾസുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതും ഒന്ന് ഓർത്ത് വെക്കുക. സോഷ്യൽ റിഫോമേഴ്സ് അവരെന്തൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. ഒരു 2-3 സോഷ്യൽ റിഫോമേഴ്സ് അവരെന്തൊക്കെയാണ് കുട്ടികളുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ റിഫോംസ് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, ഇനി പിന്നെ നമുക്ക് അതിലടുത്തത്, അപ്പോൾ നമുക്കിതൊന്ന് സമ്മപ്പ് ചെയ്ത് ഇതുവരെയുള്ള സമ്മപ്പ് ചെയ്തിട്ട് ഇങ്ങനെയും ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ലിസ്റ്റ് ഓഫ് ചൈൽഡ് പ്രൊട്ടക്ഷൻ ലോസ് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എന്താ, നമ്മൾ ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്ത അതേ സെയിം കാര്യങ്ങൾ നമുക്കിവിടെ പറയാം. ചൈൽഡ് പ്രൊട്ടക്ഷൻ ലോസ് ഏതൊക്കെയായിരുന്നു? ലേബർ ആക്ട് ഉണ്ട്, ഇമ്മോറൽ ട്രാഫിക് ആക്ട് ഉണ്ട്, ചൈൽഡ് ലേബർ ആക്ട് ഉണ്ട്, പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട്, റൈറ്റ് ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ്. ഇതാണ് പ്രധാനമായിട്ടും കുട്ടികളുടെ അവകാശങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നിയമങ്ങൾ. മറന്നു പോകരുത്. ആ വർഷവും ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇപ്പം നമുക്കൊരു ഐഡിയ കിട്ടിയല്ലോ. ഇനി നമുക്ക് പറയാനുള്ളതാണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻസ് ആണ് സ്കീംസ് ഇംപ്ലിമെന്റഡ് ബൈ തമിഴ്നാടോ. അതായത് കുട്ടികളുടെ അവകാശങ്ങൾ, കുട്ടികളുടെ വെൽഫെയർ ഉറപ്പ് വരുത്താൻ വേണ്ടി, കുട്ടികളുടെ ഡെവലപ്മെൻറ്റ് ചെയ്യുമ്പോൾ, കുട്ടികളുടെ ചൈൽഡ്ഹുഡ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്കീംസ് നമ്മുടെ തമിഴ്നാടുകളിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് പോയി നോക്കാം. എന്തൊക്കെയാണ്? തമിഴ്നാട് ഇൻറ്റഗ്രേറ്റഡ് ന്യൂട്രീഷൻ പ്രൊജക്റ്റ്, ഈ TINP എന്തിനു വേണ്ടിയിട്ടാണ്? വാസ് ഇംപ്ലിമെൻറ്റഡ് ഇൻ ലേറ്റ് 1980s. 1980സിലാണ് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ട്? ടു അഡ്രസ് ചൈൽഡ് മാൽന്യൂട്രീഷൻ ആൻഡ് ഇംപ്രൂവ് മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത്. ആൻഡ് ചൈൽഡ് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ചൈൽഡ് മാൽന്യൂട്രീഷൻ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടും തമിഴ്നാടുകളിൽ ഇംപ്ലിമെന്റ് ചെയ്ത ഒരു സ്കീമാണ് TINP എന്ന് പറയുന്നത്. മറ്റൊരു സ്കീമാണ് ദ ചീഫ് മിനിസ്റ്റേഴ്സ് ഗേൾ ചൈൽഡ് പ്രൊട്ടക്ഷൻ സ്കീം. 1992 വന്നിട്ടുള്ളത്. എന്താണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്? പ്രിവെന്റിംഗ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ബൈ എംപവറിംഗ് ആൻഡ് പ്രൊട്ടക്ടിംഗ് റൈറ്റ്സ് ഓഫ് ഗേൾ ചിൽഡ്രൻ. ഇതിന് വേണ്ടിയിട്ടാണ് ഈ ദ ചീഫ് മിനിസ്റ്റേഴ്സ് ഗേൾ ചൈൽഡ് പ്രൊട്ടക്ഷൻ സ്കീം 1992 തമിഴ്നാട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. മറ്റൊരു സ്കീമാണ് സത്യമ്മയാർ നിனைவு ഗവൺമെന്റ് ചിൽഡ്രൻ ഹോം. ഇവരെന്താണ്? ടു പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ടു ഡിസ്റ്റിറ്റ്യൂട്ട്, ഡിസേർട്ടഡ് ആൻഡ് അബാൻഡൻഡ് ചിൽഡ്രൻ ബൈ ഗിവിംഗ് ഫ്രീ ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ ആൻഡ് മെഡിക്കൽ
കെയർ, അതായത് അബാൻഡൻഡ് ആയിട്ടുള്ള ചിൽഡ്രൻസിന് ഫ്രീ ആയിട്ടുള്ള ഫുഡ്, ഷെൽട്ടർ, ക്ലോത്തിങ്, മെഡിക്കൽ കെയർ ഇതൊക്കെ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ തമിഴ്നാട്ടിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള ഒരു സ്കീമാണ് സത്യ അമ്മയാർ നിனைவு ഗവൺമെൻറ് ചിൽഡ്രൻസ് ഹോം. പിന്നെ മറ്റൊരു സ്കീമാണ് ചൈൽഡ് അഡോപ്ഷൻ സ്കീം. നമുക്കറിയാം ഓർഫൻ ആയിട്ടുള്ള അല്ലെങ്കിൽ അബാൻഡൻഡ് ആയിട്ടുള്ള നെഗ്ലക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണിത്. അതുപോലെ തന്നെ മറ്റൊരു സ്കീമാണ് മൂവല്ലൂർ രാമമൃത അമ്മയാർ ഹയർ എഡ്യൂക്കേഷൻ സ്കീം, അതായത് ടു ഗീവ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഓഫ് ₹1000 പെർ മന്ത് ടു മീറ്റ് ദ എക്സ്പെൻസസ് ഓഫ് UG, ഡിഗ്രി, ഡിപ്ലോമ, ITI കോഴ്സ്. അതായത് തമിഴ്നാടുകളിൽ ഹയർ എഡ്യൂക്കേഷൻ കുട്ടികളുടെ എഡ്യൂക്കേഷന് ഇതാക്കാൻ വേണ്ടിയിട്ട് എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നൊരു പദ്ധതിയാണ് കുട്ടികൾക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി. ഓക്കെ, ഇതാണ് തമിഴ്നാട്ടിൽ കുട്ടികളുടെ വെൽഫെയർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന കുറച്ച് സ്കീംസ്. ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, 5 എണ്ണമാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. TINP ചീഫ് മിനിസ്റ്റേഴ്സ് ഗേൾ ചൈൽഡ് പ്രൊട്ടക്ഷൻ സ്കീം, സത്യ അമ്മയ്യാർ ചൈൽഡ് അഡോപ്ഷൻ സ്കീം, മൂവല്ലൂർ രാമാമൃത അമ്മയ്യാർ ഹയർ എഡ്യൂക്കേഷൻ സ്കീം. സ്കീമിൻ്റെ നെയിമും ഓർത്ത് വെക്കുക. അതിൽ ഓരോ സ്കീമിലും എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്നും ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഡെഫിനിഷൻ പറഞ്ഞു, നമ്മൾ ഇന്ത്യയിൽ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ ഡിസ്കസ് ചെയ്തു, സോഷ്യൽ റിഫോമേഴ്സിനെ കുറിച്ച് പറഞ്ഞു, തമിഴ്നാട്ടിൽ ഈ കുട്ടികളുടെ വെൽഫെയർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള സ്കീംസും പറഞ്ഞു. ഓക്കെ, ഇനി ഇതിന് പിന്നിൽ കുട്ടികളുടെ വെൽഫെയർ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് അവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് കുറച്ച് NGOs നമ്മൾ തമിഴ്നാട് നിങ്ങൾ പഠിക്കുന്നത് തമിഴ്നാട് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ടാണ് തമിഴ്നാടിനെ ഇവിടെ ഫോക്കസ് ചെയ്ത് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ NGOs ഫോർ ചൈൽഡ് റൈറ്റ് ഇൻ തമിഴ്നാട്ടിൽ നമ്മുടെ കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി വെൽഫെയറിന് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന NGOs എന്താണ്? NGO എന്താണെന്ന് നമുക്കറിയാലേ. NGOs എയിം ടു ഹെൽപ്പ് പുവർ ആൻഡ് നീഡി ചിൽഡ്രൻ ടു ഫുൾഫിൽ ദർ ബേസിക് നീഡ്സ്, നെയിം, ഫുഡ്, എഡ്യൂക്കേഷൻ ആൻഡ് ഷെൽട്ടർ. കുട്ടികളുടെ ബേസിക് ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഇതിനെയാണ് നമ്മൾ NGO, നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇവർ പ്രധാനമായിട്ടും എന്താണ് ലക്ഷ്യമാക്കുന്നത്? ടു എംപവർ ആൻഡ് എഡ്യൂക്കേറ്റ് ചിൽഡ്രൻ ഫ്രം ലോവർ സെക്ഷൻ ഓഫ് ദി സൊസൈറ്റി സോ ദാറ്റ് ദേ ആർ ഏബിൾ ടു സ്റ്റാൻഡ് അപ്പ് ഫോർ ദംസെൽസ്, ഫൈൻഡ് ദർ വോയിസ് ഇൻ എ സൊസൈറ്റി ദാറ്റ് നീഡ്സ് ടു ബി റെസ്പെക്ട്, ഡിഗ്നിറ്റി ആൻഡ് ഈക്വാലിറ്റി ഫോർ എവറി ഇൻഡിവിജ്വൽ റിഗാർഡ്ലെസ് ഓഫ് ദ ജെൻഡർ, കാസ്റ്റ് ഓർ ക്ലാസ്. കുട്ടികളുടെ ജാതി, മതഭേദമന്യേ അവർക്ക് എന്താണ് റെസ്പെക്റ്റും ഡിഗ്നിറ്റിയും എല്ലാം ഉറപ്പ് വരുത്തിക്കൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് സ്റ്റാൻഡപ്പ് ചെയ്യാൻ കുട്ടികളെ പ്രാപ്തരാകുക, അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും സഹായങ്ങളും അവരുടെ വെൽഫെയറിന് വേണ്ടി പ്രവർത്തിക്കുക. ഇതാണ് NGO പ്രധാനമായിട്ടും ലക്ഷ്യമാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് ഏത് ക്വസ്റ്റ്യൻ ആണ് എക്സ്പെക്ട് ചെയ്യാവുന്നത്? NGOs ഫോർ ചൈൽഡ് റൈറ്റ് ഇൻ ഇന്ത്യ, തമിഴ്നാടോ പഠിച്ചിരിക്കണം. ഓക്കെ, ഈസിയാണ്, നമുക്കിപ്പോൾ തന്നെ പഠിക്കാം. ഒന്നാമത്തെ NGO ആണ് സെൻറ്റർ ഫോർ ചൈൽഡ് റൈറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ്, CCRD എന്ന് ഷോർട്ടാക്കിയിട്ട് പറയാം. CCRD ആണ് തമിഴ്നാട്ടിൽ കുട്ടികളുടെ വെൽഫെയറിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു NGO. എന്താണ് ഇവിടെ പറയുന്നത്? 1998 CCRD വന്നിട്ടുള്ളത്. എന്താണ് ഇവരുടെ ലക്ഷ്യങ്ങൾ? സപ്പോർട്ട്സ് NGO ക്യാമ്പയിൻസ് ആൻഡ് നെറ്റ്വർക്ക് ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആൻഡ് ഗവൺമെൻറ് ഓഫ് തമിഴ്നാടു, എസ്റ്റാബ്ലിഷ്ഡ് ആസ് റിസോഴ്സ് സെൻറ്റർ ഓഫ് ചൈൽഡ് റൈറ്റ് അറ്റ് ദി സ്റ്റേറ്റ് ലെവൽ. ഇവിടെ കാഞ്ചീപുരം സ്ഥിതി ചെയ്യുന്ന കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി ഫോം ചെയ്തൊരു NGO ആണ് CCRD. ഇവരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അബോളിഷ് ചൈൽഡ് ലേബർ ആൻഡ് പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ടു നെഗ്ലക്റ്റഡ് വിമൻ ആൻഡ് ചിൽഡ്രൻ. പ്രധാനമായിട്ടും ഇവരുടെ ലക്ഷ്യം ചൈൽഡ് ലേബർ ഇല്ലാതാക്കുക, കുട്ടികൾക്കും പെൺകുട്ടികൾക്കും ചിൽഡ്രൻസിനും എഡ്യൂക്കേഷൻ ഉറപ്പ് വരുത്തുക, എഡ്യൂക്കേഷൻ നൽകുക. അടുത്ത NGO ആണ് ഭൂമി. ഭൂമി എന്ന് പറയുന്നത് എന്താണ്? ഒരുപാട് യങ് വോളണ്ടിയേഴ്സ് വർക്ക് ചെയ്യുന്ന ഒരു NGO ആണ് ഭൂമി. ഇവരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ടു ഓർഫൻ ചിൽഡ്രൻ ഇൻ അണ്ടർ ഡെവലപ്ഡ് ഏരിയാസ്. അണ്ടർ ഡെവലപ്ഡ് ഏരിയാസിൽ ഓർഫനായിട്ടുള്ള ചിൽഡ്രനെ വിദ്യാഭ്യാസം നൽകുക എന്നതാണ് ഭൂമി NGO ലക്ഷ്യമാക്കുന്നത്. വേറൊരു NGO ആണ് മിത്ര. 1977 വന്നിട്ടുള്ള ചെന്നൈയിൽ സ്ഥിതി ചെയ്യുന്ന മിത്ര എന്നുള്ള NGO. ഇവർ പ്രധാനമായും ലക്ഷ്യമാക്കുന്നത് ഫോർ മെന്റലി ആൻഡ് ഫിസിക്കലി ചലഞ്ചഡ് പേഴ്സൺ ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഫ്രീ എഡ്യൂക്കേഷൻ അപ് ടു 16 വയസ്സ് വരെ ഫ്രീ എഡ്യൂക്കേഷൻ നൽകുക എന്നാണ് ഇവർ ലക്ഷ്യമാക്കുന്നത്. മറ്റൊരു NGO ആണ് അകാരം ഫൗണ്ടേഷൻ. അതായത് 2006 നമ്മുടെ ആക്ടർ സൂര്യ ചെന്നൈയിൽ കൊണ്ടുവന്നിട്ടുള്ള എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ് അകാരം ഫൗണ്ടേഷൻ. ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിത് ഓൾറെഡി കേട്ടിട്ടുണ്ടാകും, ഒരുപാട് അറിയുന്നതാണ്. പ്രൊവൈഡ് സ്റ്റുഡൻറ് സ്കോളർഷിപ്പ് ടു നീഡി ആൻഡ് എലിജിബിൾ ആയിട്ടുള്ള ചിൽഡ്രൻസിനും പഠിക്കാൻ വേണ്ടി
വേണ്ടിയിട്ടുള്ള സ്കോളർഷിപ്പും കാര്യങ്ങളൊക്കെ നൽകുക. അതുപോലെ തന്നെ ഇതിൻ്റോടൊപ്പം തന്നെ ഫ്രീ ട്രെയിനിങ് പ്രോഗ്രാംസ് ഫോർ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഓഫ് പുവർ ചിൽഡ്രൻ. ഇതാണ് മറ്റൊരു NGO എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു NGO ആണ് അമർ സേവാ സംഘം. അമർ സേവാ സംഘം ഐക്കുടി വില്ലേജ്, തിരുനെല്ലി ഡിസ്ട്രിക്റ്റിലെ ഐക്കുടി വില്ലേജിൽ സ്ഥിതി ചെയ്യുന്നതാണ്. ഇവർ വർക്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡിഫറെൻ്റ്ലി ആബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻ്റലക്ച്വലി ചലഞ്ചഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനാണ്, അവരുടെ വെൽഫെയറിന് വേണ്ടിയാണ് ഇവർ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരാണ് ഫൗണ്ടേഷനാണ് ഏകം ഫൗണ്ടേഷൻ. ഏകം ഫൗണ്ടേഷൻ കമ്മിറ്റഡ് ടു ദി ഹെൽത്ത് കെയർ ഓഫ് ചിൽഡ്രൻ, കുട്ടികളുടെ ഹെൽത്ത് കെയർ, അതുപോലെ തന്നെ അഡോളസൻസ്, അണ്ടർ പ്രിവിലേജ്ഡ് കമ്മ്യൂണിറ്റീസിലുള്ള മദേഴ്സ്, ഇവരുടെയൊക്കെ വെൽഫെയറിന് വേണ്ടി ഹെൽത്ത് കെയറിന് വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് ഏകം ഫൗണ്ടേഷൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. മറ്റൊരു ഫൗണ്ടേഷനാണ് അന്നൈ ചാരിറ്റബിൾ ട്രസ്റ്റ്. അതായത് നമുക്ക് ജോസഫ് സേവിയറിൻ്റെയും അതുപോലെ തന്നെ മിസ്സിസ് അമല നായകിൻ്റെയും ഹെഡായിട്ട് വർക്ക് ചെയ്യുന്ന NGO ആണ് അന്നൈ ചാരിറ്റബിൾ ട്രസ്റ്റ്. ഇവരെന്താറുണ്ട് സർവീസ് ടു ലെസ് പ്രിവിലേജ്ഡ് ഓപ്പറേഷൻ വിമൻ, ചിൽഡ്രൻ ആൻഡ് ഡിസബിൾഡ് ആയിട്ടുള്ളവർക്കും ഒപ്രസ്ഡ് ആയിട്ടുള്ള വിമനും ലെസ്ഡ് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ചിൽഡ്രൻസിനൊക്കെ സർവീസും കാര്യങ്ങളും അസിസ്റ്റൻസും നൽകുക എന്നതാണ് ഈ NGO ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഒരു NGOൻ്റെ നെയിം നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ട്, നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. പ്രധാനമായിട്ടും എല്ലാവരും കുട്ടികളുടെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെക്കുക. CCRD, ഭൂമി, മിത്ര, അകാരം ഫൗണ്ടേഷൻ, അമർസേവാ സംഘം, ഏകം കമ്മ്യൂണിറ്റി, ഏകം ഫൗണ്ടേഷൻ, അന്നൈ ചാരിറ്റബിൾ ട്രസ്റ്റ്. NGOസിൻ്റെ നെയിം നമ്മളിപ്പോൾ പഠിച്ചു. ഓക്കെ, ഇനി ഇപ്പോൾ തമിഴ്നാട്ടിൽ വർക്ക് ചെയ്യുന്ന, തമിഴ്നാട്ടിൽ നിലവിൽ കൊള്ളുന്ന NGOസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇന്ത്യയിൽ നിലകൊള്ളുന്ന NGOs ഏതൊക്കെ? ഓക്കെ, അതും കൂടി ഒന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റത്തെ NGO ആണ് സേവ് ദ ചിൽഡ്രൻ. അതായത് 1999 ഫൗണ്ട് ചെയ്തിട്ടുള്ള ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, ഒരു ഗ്ലോബൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ് സേവ് ദ ചിൽഡ്രൻ. ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ദേ വിൽ റൺ ദ പ്രോഗ്രാംസ് ഇൻ ദി റിമോട്ട് കോർണർ ഓഫ് ഇന്ത്യ ആൻഡ് അർബൻ ഏരിയാസ് ടു പ്രൊവൈഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, പ്രൊട്ടക്ഷൻ ഫ്രം harm and abuse and life-saving aid during emergencies due children. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവർ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ present in more than 80 countries and works to improve the lives and most vulnerable children living there. എല്ലായിടത്തും ഇത് സ്പ്രെഡ് ചെയ്തിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ട് വരുന്നുണ്ട്. സേവ് ദ ചിൽഡ്രൻ എല്ലാ കുട്ടികളുടെ ഓവറോൾ ഡെവലപ്മെൻറ്റിനെയാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. പിന്നെ മറ്റൊരു NGO ആണ് ഇന്ത്യയിൽ നിലകൊള്ളുന്ന കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മറ്റൊരു NGO ആണ് ക്രൈ, ചൈൽഡ് റൈറ്റ് ആൻഡ് യു, ക്രൈ. വിഷൻ, ഇവരുടെ വിഷൻ എന്ന് പറയുന്നത് ഹെൽത്തി, ഹാപ്പി ആൻഡ് ക്രിയേറ്റീവ് ചൈൽഡ്ഹുഡ് ഫോർ എവറി ചൈൽഡ്. എല്ലാ കുട്ടികൾക്കും ഒരു ഹാപ്പി ആയിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള ക്രിയേറ്റീവ് ചൈൽഡ്ഹുഡ് ഉറപ്പ് വരുത്തുക എന്നതാണ് നമ്മുടെ CRYൻ്റെ വിഷൻ എന്ന് പറയുന്നത്. സോ ദേ സപ്പോർട്ടഡ് പ്രൊജക്ട്സ് ലൈക്ക് ഫ്രീ ആൻഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ, പ്രൈമറി ഹെൽത്ത് കെയർ, സേഫ് ഫ്രം വയലൻസ്, അബ്യൂസ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ, റെഡ്യൂസിങ് ദ റേറ്റ് ഓഫ് ചൈൽഡ് മാൽന്യൂട്രീഷൻ. ഇങ്ങനെയുള്ള പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ഇവർ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, മറ്റൊരു NGO ആണ് CHF പറഞ്ഞാൽ ചൈൽഡ് ഹെൽപ്പ് ഫൗണ്ടേഷൻ. 2010 വന്നിട്ടുള്ള ചൈൽഡ് ഹെൽപ്പ് ഫൗണ്ടേഷൻ. ഇവരുടെ മിഷൻ എന്താ പറഞ്ഞാൽ സേവ് ലൈവ്സ് ഓഫ് ചിൽഡ്രൻ, ഇറാഡിക്കേറ്റിംഗ് ഹങ്കർ, ഡിഡക്ഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് മാൽന്യൂട്രിഷൻ, റെസ്പോണ്ടിങ് ടു എമർജൻസി സിറ്റുവേഷൻ കോസ്ഡ് ബൈ നാച്ചുറൽ ഡിസാസ്റ്റർ. കുട്ടികളുടെ ജീവിതം സേവ് ചെയ്യുക, ഹങ്കർ ഇല്ലാതാക്കുക, മാൽന്യൂട്രിഷൻ ട്രീറ്റ് ചെയ്യുക, അതിനെ ഡിറ്റക്ട് ചെയ്യുക, എമർജൻസി സിറ്റുവേഷൻസിൽ, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിലൊക്കെ എമർജൻസി സിറ്റുവേഷനിൽ പെട്ടുപോയ കുട്ടികളെ സംരക്ഷിക്കുക, അവരുടെ ജീവിതം രക്ഷിക്കുക എന്ന് തന്നെയാണ് ഈ CHF കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർ അതിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. മറ്റൊരു NGO ആണ് സ്മൈൽ ഫൗണ്ടേഷൻ. ഓക്കെ, NGO ഇൻ ഇന്ത്യ ഡയറക്ട്ലി ബെനിഫിറ്റിംഗ് ഓവർ 750,000 children and their families every year. അവരെന്തിനാ ഫോക്കസ് ചെയ്യുന്നത്? ദേ ഫോക്കസ് ഓൺ ഹൈ ക്വാളിറ്റി, ലോ കോസ്റ്റ്, റെപ്ലിക്കബിൾ ഇൻ്റർവെൻഷൻ ടു അഡ്രസ് ഗ്യാപ്സ് ഇൻ ദി എഡ്യൂക്കേഷൻ സിസ്റ്റം. നമുക്കറിയാം എഡ്യൂക്കേഷൻ സിസ്റ്റമിൽ ഈ കുട്ടികൾ ഒരുപാട് ഗ്യാപ്സ്, അതിനെ ആക്സസിബിൾ ആക്കാൻ വേണ്ടി അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഗ്യാപ്സ് അവിടെ നിലകൊള്ളുന്നുണ്ട്. ഓക്കെ, അപ്പം കുട്ടികൾക്ക് നല്ല ഹൈ ക്വാളിറ്റി, ലോ കോസ്റ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവരിക എന്നതാണ് നമ്മളെ പ്രഥം എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ, ജസ്റ്റ് ഒന്ന് മാറിപ്പോയിട്ടോ. അതായത് സ്മൈൽ ഫൗണ്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് 750,000
ഈ ചിൽഡ്രൻസിനെയും ഫാമിലീസിനെയും അവർ ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ പ്രധാനമായിട്ടും വരുന്ന വെൽഫെയർ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷനിലും ഹെൽത്ത് കെയറിലും അതുപോലെ തന്നെ വിമൻ എംപവർമെൻറ്റിനെയും റിമോട്ട് വില്ലേജസിനെയും ഒക്കെ ഡെവലപ്പ് ചെയ്യുക എന്നതാണ്. എന്നാൽ പ്രഥം എഡ്യൂക്കേഷൻ ഫൗണ്ടേഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഒരു ലോ കോസ്റ്റിൽ ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഉറപ്പുവരുത്തുക. ഓക്കെ, സ്മൈൽ ഫൗണ്ടേഷൻ കുട്ടികളുടെ എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ലൈവ്ലിഹുഡ്, വിമൻ എംപവർമെൻറ്റ് ഇതൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ 25ഓളം സ്റ്റേറ്റിലും 1000തോളം റിമോട്ട് വില്ലേജസിലും വർക്ക് ചെയ്യുന്ന ഒരു NGO ആണ്. പ്രഥം ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് 1995 നമ്മൾ മുംബൈൻ്റെ സ്ലംസിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള NGO ആണ്. ഇവിടെ ഹൈ ക്വാളിറ്റി ലോ കോസ്റ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ലെയാണ് ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ മറ്റൊരു NGO ആണ് കഥ. 1988 കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു NGO. ബ്രിങ് ചിൽഡ്രൻ ലിവിങ് ഇൻ ദ പോവർട്ടി ഇൻ ടു റീഡിങ് ആൻഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ. പോവർട്ടിയിലുള്ള ദാരിദ്ര്യം അനുഭവിക്കുന്ന അതിലേക്ക് ജീവിക്കുന്ന കുട്ടികളെ വായനയിലേക്കും നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷനിലേക്കും കൊണ്ടുവരാവുന്നതാണ് ഇവരുടെ ലക്ഷ്യം. ദേ ഹാവ് സെവറൽ പ്രോഗ്രാംസ് ഇൻ പ്ലേസ് ടു ഹെൽപ്പ് ചെക്ക് പോവർട്ടി അക്രോസ് ദ കൺട്രി, ഹെൽപ്ഡ് ഓവർ 1 million ചിൽഡ്രൻ ഔട്ട് ഓഫ് പോവർട്ടി. അതായത് പോവർട്ടി അനുഭവിക്കുന്ന ഓരോ കുട്ടികൾക്കും വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് അതിൽ നിന്ന് അവരെ പുറത്തു വരാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് കഥ എന്നുള്ള NGO. Then My Angels Academy, MAA, ഇവരെന്താ വർക്കിംഗ് 3 centers in Delhi and 5 centers in Odisha. MAA is a phenomenal story of transforming those children who were rag pickers, petty thieves, drug addicts, ഇങ്ങനെയുള്ള കുട്ടികളെയൊക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, അവരുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യുക, അവരുടെ സ്റ്റോറീസ് ട്രാൻസ്ഫോം ചെയ്യുക എന്നതാണ് ഈ മൈ ഏഞ്ചൽസ് അക്കാദമി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുമില്ല, നമുക്കറിയാം ഈ റാഗ് ആയിട്ടും തീവ്സ് ആയിട്ടും ഒക്കെ പല സാഹചര്യങ്ങളിൽ കൊണ്ടും അതിലേക്കായി പോയ കുട്ടികളുണ്ടാകും. ആ കുട്ടികളെ തിരിച്ച് അങ്ങനെയുള്ള കുട്ടികളെ തിരിച്ച് അവരുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യുക എന്നതാണ് ഈ മൈ ഏഞ്ചൽസ് അക്കാദമി എന്നുള്ള NGO കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം NGOനെ കുറിച്ചിട്ട് നമുക്കൊരു ഐഡിയ ഇട്ട് തമിഴ്നാട്ടിലുള്ള വന്നിട്ടുള്ള NGO നോക്കണം, അതായത് ഇന്ത്യയിൽ നിലകൊള്ളുന്ന NGO നോക്കണം. തമിഴ്നാട്ടിൽ കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള സ്കീംസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് പിന്നെ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും വരുന്നതാണ് യൂണിസെഫ്, അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 2 ക്വസ്റ്റ്യൻ. പിന്നെ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് യൂണിസെഫ് എന്നുള്ള ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട്. അതായത് നമുക്കറിയാം സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം കുട്ടികളിൽ ഒരു അൺഡിസ്ക്രൈബിൾ സഫറിങ്സ് ഈ സെക്കൻഡ് വേൾഡ് വാർ കുട്ടികളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓൺ 11th December 1946 യുണൈറ്റഡ് നേഷൻ ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസി ഫോം ചെയ്യുകയാണ്. ഓക്കെ, ദ യുണൈറ്റഡ് നേഷൻസ് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട് അഥവാ യൂണിസെഫ് വിത്ത് എ ഡയറക്റ്റീവ് ടു പ്രൊവൈഡ് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസി ഫോം ചെയ്തിട്ടുള്ളത്? ടു പ്രൊവൈഡ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ടു ദ ചിൽഡ്രൻ ഓഫ് ദി എൻറ്റയർ വേൾഡ്. എൻറ്റയർ വേൾഡിലെ കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഇങ്ങനെ ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസി തന്നെ ഫോം ചെയ്തിട്ടുള്ളത്. പ്രസന്റ്ലി യൂണിസെഫ് ഇസ് നോൺ ആസ് യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ട്. ഓക്കെ, അപ്പോൾ യൂണിസെഫ് ഹാസ് ബീൻ ഓപ്പറേറ്റിംഗ് ഇൻ ഇന്ത്യ സിൻസ് 1948. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻ കൊളാബറേഷൻ വിത്ത് യൂണിസെഫ് റൺ various programs to support child rights for their basic survival for all-round growth. Most importantly, their protection by reducing inequality based on caste, gender, financial status, religion and everything. Okay, അപ്പം ഗവൺമെന്റ് യൂണിസെഫുമായി കൊളാബറേറ്റ് ചെയ്ത് കുട്ടികളുടെ സംരക്ഷണങ്ങൾ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടും അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. സോ യൂണിസെഫ് ഹാസ് ബീൻ കണ്ടിന്യൂസ്ലി സ്ട്രൈവിംഗ് ടു അച്ചീവ് ചിൽഡ്രൻസ് റൈറ്റ് ഇൻ ഇന്ത്യ ഓൺ ഓവർ 70 years. ഓക്കെ, ഇനി അപ്പോൾ ഇതാണ് യൂണിസെഫിനെ കുറിച്ചിട്ടുള്ളൊരു ബേസിക് ആയിട്ടുള്ളൊരു ഇൻട്രോ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് കൺവെൻഷൻ ഓൺ ദി റൈറ്റ്സ് ഓഫ് ചൈൽഡ്, അതായത് എങ്ങനെയാണ് ഈ യൂണിസെഫ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. So, UNICEF's work is guided by the CRC. UNICEF's work is guided by the CRC. CRC എന്ന് പറഞ്ഞാൽ എന്താ? കൺവെൻഷൻ ഓൺ ദി റൈറ്റ്സ് ഓഫ് ചൈൽഡ്. നോട്ട് ചെയ്ത് വെച്ചോ. CRC എന്ന് പറഞ്ഞത് കൺവെൻഷൻ ഓൺ ദി റൈറ്റ്സ് ഓഫ്
ചൈൽഡ്. ഈ CRC എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ചെറിയൊരു ഡെഫിനിഷനാണ്. ഷോർട്ട് ആൻഡ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ CRC എന്ന് പറയുന്നത് ദിസ് ഈസ് എ ലീഗൽ എഗ്രിമെൻറ്റ് മെയ്ഡ് ഇൻ 1989 ബൈ ദി യുണൈറ്റഡ് നേഷൻ. ഓക്കെ, 1989 യുണൈറ്റഡ് നേഷനിൽ മെയ്ഡ് ചെയ്തിട്ടുള്ള ഒരു ലീഗൽ എഗ്രിമെൻ്റ് ആണ്. എന്ത് പറഞ്ഞുകൊണ്ട്? ഇറ്റ് സേസ് ദാറ്റ് എവറി ചൈൽഡ് എവ്രിവെയർ ഹാസ് റൈറ്റ്സ് no matter who they are or where they live. ഓക്കെ, ഷോർട്ട് ആൻഡ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എല്ലാ കുട്ടികൾക്കും അവരുടെ അവകാശങ്ങൾ ഉണ്ട്, നോ മാറ്റർ ഹൂ ദേ ആർ ഓർ വേർ ദേ ലിവ്. യൂണിസെഫ്, അതുകൊണ്ട് തന്നെ യൂണിസെഫ് ഹെൽപ്സ് കൺട്രീസ് ഫോളോസ് ആൻഡ് റെസ്പെക്ട്. ഒരുപാട് രാജ്യങ്ങൾ ഇതിൽ എഗ്രിമെൻറ്റിൽ വന്നതുകൊണ്ട് തന്നെ ഓവറോൾ ഓരോ രാജ്യം ഇന്നേ രാജ്യങ്ങൾ റെസ്പെക്റ്റീവ് രാജ്യങ്ങളിലുള്ള കുട്ടികൾക്ക് പൂർണ്ണമായിട്ടുള്ള അവകാശങ്ങൾ ഉറപ്പ് വരുത്തുന്ന ഒരു എഗ്രിമെൻ്റാണ്, ലീഗൽ എഗ്രിമെൻ്റാണ് കൺവെൻഷൻ ഓൺ ദി റൈറ്റ്സ് ഓഫ് ചൈൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് CRCനെ ബേസ് ചെയ്തിട്ട് ഈ യൂണിസെഫിൽ 4 ജനറൽ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഓക്കെ, കൺവെൻഷനുമായി ബന്ധപ്പെട്ട് CRC ചോദിക്കുകയാണെങ്കിൽ ആദ്യം CRC എന്താണ്, എക്സ്പ്ലെയിൻ CRC എന്ന് പറയുകയാണെങ്കിൽ ആദ്യം ഇതിൻ്റെ ഒരു ഡെഫിനേഷൻ എഴുതാം. ദിസ് ഇസ് എ ലീഗൽ എഗ്രിമെൻറ്റ് മെയ്ഡ് ഇൻ 1989 ബൈ യുണൈറ്റഡ് നേഷൻ, കുട്ടികളുടെ റൈറ്റ്സ് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട്. ദെൻ യൂണിസെഫ് ഹെൽപ്സ് കൺട്രീസ് ഫോളോ ആൻഡ് റെസ്പെക്ട് ദിസ് കൺവെൻഷൻ. അതിനുശേഷം ഈ പോയിന്റ് ആണ് എഴുതേണ്ടത്, ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് യൂണിസെഫ് ബേസ്ഡ് ഓൺ ദ CRC, അല്ലെങ്കിൽ CRCയിൽ വരുന്ന 4 ജനറൽ കൺവെൻഷനിൽ വരുന്ന 4 ജനറൽ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? 1, നോൺ ഡിസ്ക്രിമിനേഷൻ. എവറി ചൈൽഡ് ഷുഡ് ബി ട്രീറ്റഡ് ഫെയർലി ആൻഡ് ഈക്വലി നോ മാറ്റർ ദ റേസ്, ജെൻഡർ, റിലീജിയൻ, ലാംഗ്വേജ്, ഡിസബിലിറ്റി ഓർ ബാക്ക്ഗ്രൗണ്ട്. സോ യൂണിസെഫ് വർക്ക്സ് ടു മേക്ക് ഷുവർ നോ ചൈൽഡ് ഈസ് ലെഫ്റ്റ് ഔട്ട്. രണ്ടാമത്തെ യൂണിസെഫിൽ വരുന്ന ഒരു ജനറൽ പ്രിൻസിപ്പിളാണ്, ഇതൊരു ക്വസ്റ്റ്യൻ ഇത് എക്സാമിന് വന്നിട്ടുണ്ട്, ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് യൂണിസെഫ് എന്ന് പറഞ്ഞിട്ട്. ഈ 4 പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോൾ ഇതാണ് എഴുതേണ്ടത്. പിന്നെ മറ്റൊരു ജനറൽ പ്രിൻസിപ്പിൾസ് ആണ് ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ ചൈൽഡ്. ഇൻ എവറിത്തിങ് ഡൺ ഫോർ ചിൽഡ്രൻ ബൈ അഡൽട്സ്, ഗവൺമെന്റ് ഓർ കോർട്സ്, ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ ചൈൽഡ് മസ്റ്റ് കം ഫസ്റ്റ്. യൂണിസെഫ് പ്രൊമോട്ട്സ് ലോസ് ആൻഡ് പോളിസീസ് ദാറ്റ് പ്രൊട്ടക്ട് ചിൽഡ്രൻസ് വെൽബീങ്. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ ജനറൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. മറ്റൊരു പ്രിൻസിപ്പിളാണ് റൈറ്റ് ടു ലൈഫ്, survival and development. Every child has the right to live and to be healthy, grow and develop fully physically, mentally, emotionally and socially. അതുകൊണ്ട് തന്നെ UNICEF provide health care, nutrition, education, protection to support this. നാലാമത്തെ general principles ആണ് respect for the views of the child. Children have the right to say what they think, for adults to listen and take them seriously, especially in decisions that affect them. അപ്പം കുട്ടികളെ അഫക്റ്റ് ചെയ്യുന്ന ഓരോ തീരുമാനങ്ങളിലും സംസാരിക്കാനുള്ള അവകാശങ്ങൾ, അവരുടെ പെർസ്പെക്ഷൻ പറയാനുള്ള അവകാശങ്ങൾ അവർക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ യൂണിസെഫ് എൻകറേജ് പ്രോഗ്രാംസ്, ചൈൽഡ് പാർട്ടിസിപ്പേഷൻ ഇൻ ഡിസ്റ്റൻസ് പ്രോഗ്രാംസ് ആൻഡ് പോളിസീസ്. അവ സമ്മറൈസ് ചെയ്യപ്പെട്ട് പറയുകയാണെങ്കിൽ യൂണിസെഫിൽ വരുന്ന അണ്ടറിൽ വരുന്ന 4 പ്രധാനപ്പെട്ട ജനറൽ പ്രിൻസിപ്പിൾ: നോൺ ഡിസ്ക്രിമിനേഷൻ, ട്രീറ്റ് ഓൾ ചിൽഡ്രൻ ഫെയർലി, ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ ചൈൽഡ്, പറയുന്നത് കുട്ടികളുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റിനെ കൺസിഡർ ചെയ്തിട്ടായിരിക്കണം കാര്യങ്ങൾ എടുക്കേണ്ടത്. മൂന്നാമത്തെ പ്രിൻസിപ്പിൾ റൈറ്റ് ടു സർവൈവൽ ആൻഡ് ഡെവലപ്മെൻറ്റ്. നാലാമത്തെ പ്രിൻസിപ്പിൾ റെസ്പെക്ട് ഫോർ ദ ചൈൽഡ്സ് വ്യൂസ്. ഓക്കെ, അപ്പോൾ ഇത് യൂണിസെഫ് യൂസസ് ദീസ് പ്രിൻസിപ്പിൾസ് ടു പ്ലാൻ, ഫണ്ട് ആൻഡ് ക്യാരി ഔട്ട് ഓൾ ഇറ്റ്സ് വർക്ക് ഫ്രം എമർജൻസി എയ്ഡ് ടു ലോങ് ടേം എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് പ്രോഗ്രാം. ഇതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഗവൺമെൻറ് ഓരോ പ്ലാനും കാര്യങ്ങളും നടക്കുന്നതും അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടിങ് ചെയ്യുന്നതും ഇത് വർക്കൗട്ട് ചെയ്യുന്നതും. അതിൻ്റെ അപ്പം ലോങ് ടേം എഡ്യൂക്കേഷൻ, ഹെൽത്ത് പ്രോഗ്രാംസ്, ഇങ്ങനെയുള്ള ഓരോ പ്രോഗ്രാംസിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് യൂണിസെഫിന് ഓരോ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം 4 ജനറൽ പ്രിൻസിപ്പിൾസ് മറന്ന് പോകാൻ പാടില്ല. ബേസിക് ചൈൽഡ് റൈറ്റ് കൺവെൻഷനിൽ വരുന്ന 4 ജനറൽ പ്രിൻസിപ്പിൾസ്. ഇനി അടുത്ത ഈ ചാപ്റ്ററിന് വരാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഡെവലപ്മെൻറ്റും, ദ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ്. ഓക്കെ, ഇത് നമ്മളിപ്പം പറഞ്ഞാൽ നമുക്ക് ഇതോടുകൂടി നമ്മൾ ഈ ചാപ്റ്റർ ഇവിടെ വൈൻഡപ്പ് ആകും. അതായത് ഇൻ സെപ്റ്റംബർ 2000 ലീഡേഴ്സ് ഓഫ് 189 countries gathered at the United Nations headquarters and signed the historic Millennium Declaration, in which they committed to achieving a set of 8 measurable goals by the target date of 2015. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 2000 യുണൈറ്റഡ് നേഷൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ 189 രാജ്യങ്ങൾ ഗാതേർഡ് ചെയ്യുകയും ഒരു ഹിസ്റ്റോറിക് മില്ലേനിയം ഡിക്ലറേഷനിൽ സൈൻ ചെയ്യുകയും ചെയ്യുകയാണ്. അവരെന്താണ് അവിടെ കമ്മിറ്റ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ടു അച്ചീവ് എ സെറ്റ് ഓഫ് 8 മെഷറബിൾ ഗോൾസ് ബൈ
ദ ടാർഗറ്റ് ഡേറ്റ് ഓഫ് 2015 ആവുമ്പോഴത്തേക്ക് ഈ 189 രാജ്യങ്ങൾ കൈവരിക്കാൻ വേണ്ടി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 8 പ്രധാനമായിട്ടുള്ള ലക്ഷ്യങ്ങൾ, അതിനാണ് പറയുന്നത് 8 മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ്, MDGs. മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ്, MDG. ഓർത്ത് വെച്ചോ, എന്താണ് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ്? 8 നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്, ഇപ്പം തന്നെ പഠിച്ചോളൂ. ഒന്നാമത്തത് ഇറാഡിക്കേറ്റ് പോവേർട്ടി ആൻഡ് ഹങ്കർ, രണ്ടാമത്തത് അച്ചീവ് ആൻഡ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ, മൂന്നാമത്തത് പ്രൊമോട്ട് ജെൻഡർ ഈക്വാലിറ്റി ആൻഡ് എംപവർ വിമൻ, നാലാമത്തത് റെഡ്യൂസ് ചൈൽഡ് മോർട്ടാലിറ്റി, അഞ്ചാമത്തത് ഇംപ്രൂവ് മെറ്റേണൽ ഹെൽത്ത്, ആറാമത്തത് കോംബാറ്റ് HIV, AIDS, മലേറിയ ആൻഡ് അതർ ഡിസീസസ്, ഏഴാമത്തത് എൻഷുർ എൻവിറോൺമെന്റ് സസ്റ്റൈനബിലിറ്റി, എട്ടാമത്തത് ഡെവലപ്പ് എ ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഫോർ ഡെവലപ്മെന്റ്. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചോ. ഈ 8 പഠിച്ചേ പറ്റൂ. MDG എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഈ 8 പോയിന്റ്സും അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പം 189 രാജ്യങ്ങൾ കൂടിയിട്ട് 2015 ആകുമ്പോഴത്തേക്ക് ഇത് ടാർഗറ്റ് ചെയ്യണമെന്ന ലക്ഷ്യത്തോടെ അവർ ഒന്നിച്ചുകൂടി സൈൻ ചെയ്ത്. എന്നാൽ അവിടെ മറ്റൊരു ടോപ്പിക്ക് വരികയാണ്, ദ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. നമുക്കിതറിയാം, നമ്മൾ കേട്ടിട്ടുള്ളത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കൊണ്ടാണ്. എന്താണ് ഈ MDGയിൽ നിന്ന് SDGയിലേക്കുള്ള അജണ്ട മാറ്റി. അതായത് ദ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആർ എ സെറ്റ് ഓഫ് 17 ഇന്റർ കണക്റ്റഡ് ഗ്ലോബൽ ഗോൾസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദി 19 നാഷൻസ് ഇൻ 2015. MDG അച്ചീവ് ചെയ്യണം എന്നാണല്ലോ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അതിനെ ഒന്നും കൂടി മോഡിഫൈ ചെയ്ത് വിത്ത് ദ എയിം ഓഫ് അഡ്രസ്സിങ് എ ബ്രോഡ് റേഞ്ച് ഓഫ് സോഷ്യൽ, എക്കണോമിക് ആൻഡ് എൻവിറോൺമെന്റ് ചലഞ്ചസ് ബൈ 2030. നമ്മൾ ആ സമയത്ത് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് ഒക്കെ അഡ്രസ്സ് ചെയ്തിട്ട് 2030 അച്ചീവ് ചെയ്യേണ്ട കുറച്ച് ഗോൾസ് അവിടെ സെറ്റ് ചെയ്യാണ്. ദിസ് ഗോൾസ് ആർ ഡിസൈൻഡ് ടു ക്രിയേറ്റ് എ ബെറ്റർ ആൻഡ് മോർ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ ഫോർ ഓൾ, ഫോക്കസിംഗ് ഓൺ എൻഡിങ് പോവർട്ടി, പ്രൊട്ടക്ടിംഗ് ദ പ്ലാനറ്റ് ആൻഡ് എൻഷുറിംഗ് പീസ് ആൻഡ് പ്രോസ്പെരിറ്റി. MDGയിൽ 8 പോയിന്റ്സ് ആണ് വരുന്നതെങ്കിൽ 2030 ആവുമ്പോഴത്തേക്ക് നമ്മൾ MDGയിൽ നിന്നും ഒരു SDGയിലേക്കുള്ള ഒരു അജണ്ട, 2030 അജണ്ട അവരവിടെ ഫോം ചെയ്യാണ്. എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്? 17 വരുന്നത്. പഠിച്ചോളൂ, ഇപ്പൊ തന്നെ പഠിച്ചോളൂ. ഇത് ഒന്നും കൂടി നമുക്ക് ഓൾറെഡി അറിയുന്നത് തന്നെ, സെയിം ആണ് പറയുന്നത്. ഇതൊക്കെയാണ്: ഫസ്റ്റ് വൺ നോ പോവർട്ടി, സെക്കൻഡ് വൺ സീറോ ഹങ്കർ, തേർഡ് വൺ ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീങ്, ഫോർത്ത് വൺ ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ഫിഫ്ത്ത് വൺ ജെൻഡർ ഇനീക്വാലിറ്റി, സിക്സ്ത് വൺ ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ, sixth one clean water and sanitation, seventh one affordable and clean energy, eighth one decent work and economic growth, ninth one industry, innovation and infrastructure, 10th one reduced inequality, 11th one sustainable cities and community, 12th one responsible consumption and production, 13th one climate action, 14th one life below water, 15th one life on land, 16th one peace, justice and strong institutions, 17th one partnership for the goals. Okay, അപ്പം ഈ ഗോൾസ് പറയുമ്പോൾ തന്നെ അതിൻ്റെ അണ്ടറിൽ എന്താണ് ഇവർ മെയിൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം. പോവർട്ടി, ഹങ്കർ ഇല്ലാതാക്കുക, ജനങ്ങളുടെ ഹെൽത്ത് വെൽബീങ് അതിനുവേണ്ടി പ്രവർത്തിക്കുക, നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക, ജെൻഡർ ഈക്വാലിറ്റി കൊണ്ടുവരിക, ക്ലീൻ വാട്ടർ സാനിറ്റേഷൻ കൊണ്ടുവരിക, ക്ലീൻ എനർജി കൊണ്ടുവരിക, നല്ലൊരു എക്കണോമിക് ഗ്രോത്ത് കൈവരിക്കുക, ഇൻഫ്രാസ്ട്രക്ചർ, ഇന്നോവേഷൻ, ഇൻഡസ്ട്രീസ് ഇതിലൊക്കെ പ്രൊമോട്ട് ചെയ്യുക, ഇതിലൊക്കെ ഡെവലപ്മെൻറ്റ് ഇന്നോവേഷൻസും കാര്യങ്ങൾ കൊണ്ടുവരിക, അതുപോലെ തന്നെ സസ്റ്റൈനബിൾ സിറ്റീസും കമ്മ്യൂണിറ്റീസും കൊണ്ടുവരിക, ക്ലൈമറ്റ് ആക്ഷൻ, വാട്ടറിൻ്റെ അണ്ടിലുള്ള ലൈഫിന് അതിന് വേണ്ടിയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുക, പൊല്യൂഷൻ ഇല്ലാതാക്കുക, എക്കോസിസ്റ്റം പ്രൊട്ടക്റ്റ് ചെയ്യുക, ദെൻ പീസ്, ജസ്റ്റിസ് ആൻഡ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് SDG കൊണ്ട് ഇവർ എയിം ചെയ്യുന്നത്. ഓക്കെ, അപ്പം MDGയും SDGയും ചോദിക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് MDG ചോദിക്കുകയാണെങ്കിൽ 8 ഗോൾസും SDG ചോദിക്കുകയാണെങ്കിൽ 17 ഗോൾസും നിങ്ങൾ നിർബന്ധിതമായിട്ടും എഴുതണം, പഠിക്കണം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ നമുക്ക് ഈ ചാപ്റ്ററിൽ പറയുന്നത് ജസ്റ്റ് എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് ചൈൽഡ് റൈറ്റ്. കോമൺ ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റൂലേ എന്താണ് ചൈൽഡ് റൈറ്റിൻ്റെ ഇമ്പോർട്ടൻസ് കുട്ടികളുടെ. അത് നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ്റ്റി, കുട്ടികളുടെ സംരക്ഷണവും പ്രൊട്ടക്ഷനും ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഈ ചൈൽഡ് റൈറ്റ് എന്നുള്ളതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. Ensuring child right is crucial for protecting children from abuse, exploitation and neglect. It provides a safe and secure environment where children can grow and develop and healthy. പിന്നെ നമുക്ക് ഡെവലപ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത്, കുട്ടികളുടെ ചൈൽഡ് റൈറ്റ്സ് ഗ്യാരണ്ടീസ് access to essential
essential services like healthcare, nutrition and education, which are fundamental for the physical, mental and emotional development of the children. അതുകൊണ്ട് തന്നെ this ensures they have the opportunity to reach their കുട്ടികളുടെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ എത്താൻ വേണ്ടിയിട്ട് ഈ ചൈൽഡ് റൈറ്റ് അവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും ഒരു കംപ്ലീറ്റ് ഗ്രോത്തിന് വേണ്ടിയിട്ടും ചൈൽഡ് റൈറ്റ് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഓവറോൾ പറയുകയാണെങ്കിൽ എംപവർമെൻറ്റ് ആൻഡ് പാർട്ടിസിപ്പേഷൻ. അപ്ഹോൾഡിംഗ് ചൈൽഡ് റൈറ്റ്സ് empowers children by acknowledging their views and involving them in decisions affecting their lives. So this fosters self-esteem, confidence and a sense of responsibility, preparing them to achieve informed and responsible citizens. വളരെ ഷോർട്ട് ആൻഡ് സമ്മറൈസ് ചെയ്തിട്ടാണ് നമുക്കിതാണ് പറയാനുള്ളത്. പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ്റ്റി, ഡെവലപ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത്, എംപവർമെൻറ്റ് ആൻഡ് പാർട്ടിസിപ്പേഷൻ, ഇതിനൊക്കെ വേണ്ടിയിട്ട് കുട്ടികളെ മോൾഡപ്പ് ചെയ്യുന്നുണ്ട്, അവരെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ചൈൽഡ് റൈറ്റ്സ്. അതുകൊണ്ട് തന്നെ അത് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള രീതിയിലേക്ക് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പം ഈ ചൈൽഡ് റൈറ്റിന് വേണ്ടിയിട്ട് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ചലഞ്ചസും ഉണ്ട്. ചലഞ്ചസ് ടു ചൈൽഡ് റൈറ്റ് എന്ന് ജസ്റ്റ് ഒരു 2 മാർക്കിന്, ഇമ്പോർട്ടൻസ് ഓഫ് ചൈൽഡ് റൈറ്റ് എന്ന് 2 മാർക്കിന് ചോദിക്കാനായി ഇത് 3 പോയിന്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാം. പ്രൊട്ടക്ഷനും സേഫ്റ്റിയും, ഡെവലപ്മെൻറ്റ്, ഗ്രോത്ത്, എംപവർമെൻറ്റ്, പാർട്ടിസിപ്പേഷൻ. ദെൻ ചലഞ്ചസ് ചോദിക്കുകയാണെങ്കിൽ എന്താണ് കുട്ടികളുടെ അവകാശങ്ങളിൽ അച്ചീവ് ചെയ്യുക, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അവർ നേരിടുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ്? പോവേർട്ടിയും എക്കണോമിക് ഡിസ്പാരിറ്റിയും ഒരു ചലഞ്ചാണ്. അതായത് മെനി ചിൽഡ്രൻസ് ലിവ് ഇൻ പോവേർട്ടി വിച്ച് ലിമിറ്റ്സ് ദർ ആക്സസ് ടു ബേസിക് നീഡ്സ് ലൈക്ക് ഫുഡ്, ഷെൽട്ടർ. അവരുടെ അവകാശങ്ങൾ നിഷേധിക്കാനുള്ള ഒരു പ്രധാന കാരണം ദാരിദ്ര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ അവരുടെ ബേസിക് നെസസിറ്റീസ് അവർക്ക് കിട്ടാത്തതും ഒരു എഡ്യൂക്കേഷനും ഹെൽത്തും ഒക്കെ അവർക്കൊരു ഇതായിട്ട് മാറുന്നത്, ചലഞ്ചായിട്ട് മാറുന്നത്. അതുപോലെ തന്നെ എക്കണോമിക് ഡിസ്പാരിറ്റീസ് ദീസ് ഇഷ്യൂ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ഇതിന് അവരുടെ അവകാശങ്ങൾ അവർക്ക് കിട്ടാതാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലാക്ക് ഓഫ് ആക്സസ് ടു ക്വാളിറ്റി എഡ്യൂക്കേഷൻ. ഇൻ മെനി റീജിയൻസ് ചിൽഡ്രൻ ഫേസ് ബാരിയേഴ്സ് ടു എഡ്യൂക്കേഷൻ ഡ്യൂ ടു ഇൻഎഡ്യൂക്കേറ്റ് സ്കൂൾ ഇൻഫ്രാസ്ട്രക്ചർ, ലാക്ക് ഓഫ് ട്രെയിൻഡ് ടീച്ചേഴ്സ്, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആൻഡ് ജെൻഡർ കൾച്ചറൽ ബയാസസ്. ഇതൊക്കെ കാരണം ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഇപ്പോൾ പല സ്ഥലങ്ങളിലും കിട്ടുന്നില്ല. സോ ദിസ് ഹാമ്പേഴ്സ് ദർ ഓവറോൾ ഡെവലപ്മെൻറ്റ് ആൻഡ് ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റീസ്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റീസിനും ഓവറോൾ ഡെവലപ്മെൻറ്റിനും ഇത് ബാധിക്കും. ദെൻ ഇപ്പം നമ്മൾ റീസെൻ്റായിട്ടും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് കുട്ടികൾക്കെതിരെയുള്ള എക്സ്പ്ലോയിറ്റേഷൻസ്, കുട്ടികൾക്കെതിരെയുള്ള വയലൻസ്. ചിൽഡ്രൻ ആർ ഓഫൺ വിക്ടിംസ് ഓഫ് വയലൻസ്, എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് അബ്യൂസ് ഇൻക്ലൂഡിംഗ് ചൈൽഡ് ലേബർ, ട്രാഫിക്കിംഗ് ആൻഡ് ഏർലി മാരേജ്. ദിസ് വയലേഷൻ ഓഫ് ചൈൽഡ് മാരേജ് ഹാവ് ലോങ് ലാസ്റ്റിംഗ് നെഗറ്റീവ് എഫക്ട്സ് ഓൺ ദർ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ഓവറോൾ വെൽബീങ്. ഇതുകൊണ്ട് തന്നെ അത് അവരെ എപ്പോഴും ഒരു ലൈഫ് ലോങ് അവരെ അത് ഫിസിക്കലിയും മെൻ്റലിയും അവരെ അത് ബാധിച്ചുകൊണ്ടിരിക്കും. അത് അവരുടെ ഓവറോൾ വെൽബീങ്ങിനെ ഇങ്ങനെയുള്ള വയലൻസും എക്സ്പ്ലോയിറ്റേഷനും ബാധിക്കുന്നതാണ്. അപ്പം ഷോർട്ട് ആൻഡ് സിമ്പിളായിട്ട് നമുക്കിപ്പോൾ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മൾ ചൈൽഡ് റൈറ്റ്സിനെ കുറിച്ചിട്ട്, ചൈൽഡ് റൈറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്റർ, ഈ ഒരു പേപ്പർ തന്നെ നിങ്ങളുടെ സിലബസിൽ അല്ലെങ്കിൽ നിങ്ങളുടെ BEd സിലബസിൽ കരിക്കുലത്തിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള കാരണം. അപ്പം നമ്മൾ ആസ് എ ടീച്ചേഴ്സ് നമുക്കിതിൽ നിന്ന് എന്താണ് ഒരു കൺക്ലൂഷനിൽ എത്താവുന്നത്? നമ്മൾ ടീച്ചേഴ്സാണ്, നമ്മൾ കുട്ടികളോട് ഇടപെടുന്നവരാണ്. അപ്പം ഇപ്പോൾ ഈ എക്സ്പ്ലോയിറ്റേഷൻ, കുട്ടികളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന പല സന്ദർഭങ്ങളും നിങ്ങളുടെ മുമ്പിൽ പെട്ടേക്കാം, കുട്ടികൾ വഴി നിങ്ങൾ അറിഞ്ഞേക്കാം. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ, വയലൻസ് നേരിടുന്ന കുട്ടികൾ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവാം, നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഉണ്ടാവാം. നിങ്ങൾക്ക് അങ്ങനെ ഒരു സാഹചര്യത്തിൽ കുട്ടികളെ ഹെൽപ്പ് ചെയ്യേണ്ട സാഹചര്യങ്ങളിൽ നിങ്ങൾ ആസ് എ ടീച്ചേഴ്സ് എത്തും. അപ്പം ആ സമയങ്ങളിലൊക്കെ നിങ്ങൾ എന്തെടുക്കണം, എങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കണം, എങ്ങനെ കുട്ടികളെ അപ്രോച്ച് ചെയ്യണം, എന്തൊക്കെ സഹായങ്ങളാണ് നിങ്ങൾക്ക് അവരെ ചെയ്യാവുന്നത്, അതൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ ഈ പേപ്പറിൽ ഇനി വരാൻ പോകുന്ന നെക്സ്റ്റ് ചാപ്റ്റേഴ്സിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ എന്താണ് കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ച് നമ്മളെപ്പോഴും അവെയർ ആയിരിക്കുക. അവർക്ക് വേണ്ടി, അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി, അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി, അവരുടെ ഓവറോൾ ഗ്രോത്തിന് വേണ്ടിയിട്ട് എപ്പോഴും പ്രവർത്തിക്കുന്ന നല്ലൊരു ഗുഡ് അധ്യാപകരായിട്ട് നമുക്ക് മാറാൻ സാധിക്കണം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ. അപ്പം ഈ ചാപ്റ്ററിനെ കുറിച്ചിട്ട് ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഈ പോയിന്റ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ടോപ്പിക്സ് വെച്ചിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് പോയിന്റ്സ് നോക്കുക. നമ്മൾ ജസ്റ്റ് ഒന്നും കൂടി സമ്മറൈസ് ചെയ്യാണ് പഠിക്കേണ്ട ടോപ്പിക്സ്. കൺസെപ്റ്റ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്, ദെൻ NGOസിനെ കുറിച്ച് പഠിക്കുക, നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ തമിഴ്നാട്ടിലുള്ളതും ഇന്ത്യയിലുള്ളതും, ഹിസ്റ്ററി ഓഫ് ചൈൽഡ് റൈറ്റ് അത് ജസ്റ്റ് ഒന്ന് നോക്കുക. ദെൻ ഇമ്പോർട്ടൻസ് ആൻഡ് UNCRC, യുണൈറ്റഡ് നാഷൻ കൺവെൻഷൻ ഓൺ ദി റൈറ്റ്സ് ഓഫ് ചൈൽഡ് അത് നോക്കുക, UNICEF നോക്കുക, MDG, SDG. ഇതാണ് പ്രധാനമായിട്ടും ഈ ചാപ്റ്റേഴ്സിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ദാറ്റ്സ് all about this chapter. ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ അടുത്ത കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ, താങ്ക് യു.